അയ്യപ്പേട്ട, ആശാ വർക്കേഴ്സ് അവരുടെ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കലായിരുന്നു. പക്ഷെ അവരിന്നിപ്പോൾ നിലമ്പൂരെത്തി സമരം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതൊരു പക്ഷേ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, യാതൊരു ശക്തിയും ഇല്ലാത്ത ഒരു പക്ഷം. ആ പക്ഷത്തിൻ്റെ ശ്രദ്ധ ഒന്ന് ഞങ്ങളിലേക്കും കൂടി ഒന്ന് ശ്രദ്ധ പതിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടായിരിക്കുമോ? ഇത് അങ്ങനെയല്ല. നിലമ്പൂര് ഇവർ ഈ സമരം നടത്തുമ്പോൾ നിലമ്പൂരുള്ള നാട്ടുകാരെ നിങ്ങൾ അറിയണം, ഇങ്ങനെ ഇവിടെ ഒരു സർക്കാരുണ്ട്, ഇങ്ങനെ ഇവിടെ ഒരു ഭരണാധികാരിയുണ്ട്, ഞങ്ങളെപ്പോലുള്ളവരെ അവഗണിക്കുന്നു, ഞങ്ങൾക്ക് ഭരണപക്ഷവുമില്ല പ്രതിപക്ഷവുമില്ല എന്നാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈ സമരം തുടങ്ങിയപ്പോൾ ഈ ഭരണപക്ഷം എന്ന് പറയുന്ന പിന്നെ പിണറായി വിജയൻ അടങ്ങുന്ന അവരുടെ CITU എന്ന് പറയുന്ന ഒരു സംഘടന, തൊഴിലാളി സംഘടന, അതിനെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിലാണ് കരുതേച്ച് കാണിച്ചത്. അതൊക്കെ പ്രജിതയ്ക്ക് അറിയാം, നമ്മൾ ഒത്തിരി സംസാരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. INTUC എന്ന സ്വതന്ത്ര സംഘടന ആരുടെ, കോൺഗ്രസിൻ്റെ ചന്ദ്രശേഖരൻ വന്നു, അത് തുടങ്ങി. ഞാൻ പറയുന്ന ഒരല്പ ചരിത്രമാണ്, എന്നിട്ട് അതിലേക്ക് നമുക്ക് വരാമെന്നുള്ളതാണ്. ഏതായാലും ചന്ദ്രശേഖരൻ തുടങ്ങി, ചന്ദ്രശേഖരൻ ഇത് പൊളിക്കാൻ നോക്കി, അത് കഴിഞ്ഞിട്ട് SUCIയുടെ ഒരു നേതാവ് മിനിയെ ഇതിനകത്ത് കൊണ്ടുവന്നു എന്നുള്ള തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഒരുതരം മനസ്സിനകത്ത് ക്യാൻസർ കാണിച്ച പിന്നെ CPM-ലെ നേതാക്കള്. അപ്പോൾ അങ്ങനെ ഈ സമരത്തിനെ ഒതുക്കാവുന്ന മാക്സിമം മുഖ്യമന്ത്രി മ്ലേച്ഛമായിട്ട് സംസാരിച്ചു. ഈ സമരമൊന്നും സമരമല്ല, പൊളിഞ്ഞു പോകും. പിന്നെ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി ഇവിടുന്ന് കേന്ദ്രത്തിൽ പോയത് കോടികൾ വിലയുള്ള ബാഗും കൊണ്ടൊക്കെ അങ്ങനെ കുറച്ച് അധികം നാടൻ ഭാഷയിൽ പട്ടി ഷോകളൊക്കെ ഇവർ നടത്തിയിട്ട് അവസാനം നിലമ്പൂർ ഇലക്ഷനാണ് ഇവരുടെ അവസാന ആയുധമായിട്ട് സമൂഹം കാണുന്നത്. കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുന്നു, VD സതീശൻ ഇത് ഏറ്റെടുക്കുന്നു. VD സതീശൻ ഇത് ഏറ്റെടുത്ത് സമരം ഞങ്ങൾ നിർവഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിലമ്പൂർ ഇലക്ഷൻ തുടങ്ങി ഇത്രയും ദിവസമായി ഇവരെല്ലാം അവിടെ തമ്പടിക്കുന്നത്. ഇവർക്ക് ഒരു സാധനം പറഞ്ഞ് ആൾക്കാരുടെ നിന്ന് വോട്ട് ചോദിക്കാൻ ഒരു പഞ്ച് വർത്തമാനം പറയും ഇതുവരെ പറ്റി. സാമൂഹികക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ് എന്നാണ് ഇവർ പറഞ്ഞത്. ഇത്തരത്തിൽ കൈക്കൂലി എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന വോട്ട് ചോദിച്ച് സംസാരിച്ചു. ഇപ്പോൾ അവസാനം അത് പൊളിഞ്ഞു. കാര്യം CPM-കാരോടാണ് സംസാരിക്കുന്നത്. വസ്തുതകൾ ഇല്ലെങ്കിലും അത് വസ്തുത ഉണ്ടാക്കാൻ അവരെ പോലെ വേറെ ആരും ഈ ലോകത്തില്ല. കാര്യം അവരെന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കാൻ അവരെ പോലെ മിടുക്ക് ലോകത്ത് വേറെ ആർക്കെങ്കിലും വേണം. അങ്ങനെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന മനുഷ്യനെ ഏറ്റവും നല്ല വളച്ചൊടിച്ച് വർത്തമാനം പറയുന്നതിൽ മിടുക്കനാണ്. ശാസ്ത്രവും പ്രത്യശാസ്ത്രവും ആനയും പൂനയും ഒക്കെ പറയാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ചുരുക്കത്തിൽ പരാജയപ്പെട്ട പ്രതിപക്ഷത്തിന്റെ മുന്നിൽ നാട്ടുകാരെ, ഞങ്ങളിങ്ങനെ കുറച്ചു പേർ ആശാവർക്കർമാർ സമരം കിടന്നതാണ്, ഞങ്ങൾക്ക് തരാനുള്ള കാശ് അവർ ഇതുവരെ തന്നില്ല, നിങ്ങൾ അറിയണം നാട്ടുകാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ നിലമ്പൂർ സമരം നടത്തുന്നത്. നാട്ടുകാരറിയണം, ആര്, നിലമ്പൂരത്തെ നാട്ടുകാരറിയണം. കഴിഞ്ഞ ദിവസം യാദൃശ്ചികമായി ഉണ്ടായ ഒരു മരണം, അതിനെപ്പോലും വളച്ചൊടിച്ചെന്ന് പറഞ്ഞ CPM അതായത് തിരിച്ച് കൗണ്ടർ ചെയ്യുന്നതിലും ശക്തിയില്ല പ്രജിത. എന്നുവെച്ചാൽ ഒരു കൗണ്ടർ പറയുമ്പോൾ ആ കൗണ്ടറിനെ തിരിച്ചു പറയുന്നതിനും ശക്തി വേണം, അതിലും പരാജയമാണ്. അപ്പോൾ അങ്ങനെ നനഞ്ഞ പടക്കമായിരിക്കുന്ന പ്രതിപക്ഷം കാണിക്കുന്നത് മൊത്തം വങ്കത്തരം. ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതിനിടയിൽ ആശാവർക്കർമാർ നിലമ്പൂരെത്തുമ്പോൾ ഈ ഇലക്ഷനിൽ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യും? അതൊരു ഘടകമായിട്ട് മാറുമെന്ന് തോന്നുന്നുണ്ടോ? ആശാവർക്കർമാർ അവിടെ പോയി, അതായത് അവർക്ക് പിന്തുണയുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ, ജനം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയം മുതലെടുത്തുകൊണ്ട് അവരവിടെ പോയി സമരം ചെയ്യുമ്പോൾ അതിനേക്കാൾ ചൂട് പിടിപ്പിക്കുന്ന വിഷയങ്ങൾ അവിടെ ഉണ്ടല്ലോ പ്രജിത. അവർ ചെല്ലുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയല്ല, ആർക്ക്? കോൺഗ്രസിന് വോട്ട് കിട്ടാനോ CPM-ന് വോട്ട് കിട്ടാനോ അല്ല. അല്ലയോ ജനങ്ങളെ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലം മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് അല്ലയോ ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങളിങ്ങനെ ഒരു കൂട്ടം പേർ ഒരു സമരം ചെയ്തു, അതും സ്ത്രീകളാണ്. സ്ത്രീകൾ വോട്ട് ചെയ്ത്. അത് സത്യത്തിൽ അവർ അവിടെ നടത്തിക്കൊണ്ടിരുന്ന സമരത്തിന് ഇപ്പോൾ ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മീഡിയ അറ്റൻഷൻ ഇല്ല. ആളുകൾ പോലും ആ സമരം മറന്നു തുടങ്ങി. അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് വേണമെങ്കിൽ കണക്കുകൂട്ടാം. ഞങ്ങൾ അവിടെ സമരം ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്നവരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാകാം. സർക്കാരിനെ ഓർമ്മപ്പെടുത്തൽ ഒന്നാണ്. രണ്ട്, ഈ ജനങ്ങളെ ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പിൽ വരുമ്പോഴെങ്കിലും ജനങ്ങളെന്ന് ഓർക്കണ്ടേ? ഇപ്പൊ പ്രിയത പറഞ്ഞു മീഡിയ അറ്റൻഷൻ പോയി. മീഡിയ അറ്റൻഷൻ പോകുന്നത് സ്വാഭാവികമാണ്. പിന്നെ രണ്ട്, ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കണ്ടു നിൽക്കുന്നവന് കാണാൻ രസം മാത്രമേ ആവുള്ളൂ.
ഇത് എൻ്റെ കുടുംബത്തിലെയോ ഒരാൾ ഈ ആശാവർക്കർമാരെ പണി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വേദന. എൻ്റെ മകളാണ് ഇതേപോലെ ആശാവർക്കർമാരെ ജോലിക്ക് പോയിരുന്നുണ്ടെങ്കിൽ അവൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു, അവൾക്കൊരു വരുമാനമായിരുന്നു, അത് നിന്ന് പോയെങ്കിൽ എനിക്ക് നിന്നേനെ. അങ്ങനെയുള്ള നിരവധി കേസുകളുണ്ട്. അപ്പൊ ഇത് ഒരുപാട് കേസുകളുണ്ട്. എത്രയോ കേസുകൾ കൃത്യമായി പരിഹരിക്കപ്പെടാതെ ഉണ്ട്. പ്രജിത, ഇപ്പോ ഈ സമരം നടക്കുന്നത് നിങ്ങൾ ആർക്ക് വേണം നിങ്ങൾ വോട്ട് കൊടുത്തു, പക്ഷെ ഇങ്ങനെ ഒരു സമരം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ചരിത്രത്തിന്റെ ഭാഗമായി തീരുന്ന ഒരു സമരമായിരിക്കും. ഇത് പൊളിഞ്ഞു പോയാലും ഇത് അല്ലാതെ വിജയിച്ചാലും അല്ല, ഒരിക്കലും ആ സമരം പൊളിയുന്നത് നല്ലതിനല്ല. പൊളിയുന്നത് ഈ സർക്കാരിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. ഈ സമരം പൊളിയുകയാണ് എന്നുണ്ടെങ്കിൽ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്ത്രീകളുടെ രോദനം ചരിത്രത്തിൽ എഴുതപ്പെടുന്നത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ഒരു ദൈവവിശ്വാസിയാണ് എന്ന രീതിയിൽ ഞാൻ പറയുന്നു, ഇതൊരു ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല. ഇത് ഈ സ്ഥാനത്ത്, പിണറായി വിജയന്റെ സ്ഥാനത്ത് ഉമ്മൻചാണ്ടിയോ AK ആന്റണിയോ അല്ലെങ്കിൽ പോട്ട് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉണ്ടല്ലോ CPM-ന്, വേറെ എത്രയോ ഇതൊന്നും പറ്റില്ലല്ലോ. അവരുടെ പാർട്ടി അടിമകൾ അല്ലേ? അതെ, പാർട്ടി അവരുടെ രീതി, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല. അവരുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. പ്രജിത, ഈ മിനിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. നാട്ടിൽ പോകുന്ന അവസരത്തിൽ ഞാൻ ഈ മിനിയെ കണ്ട് സംസാരിച്ചിരുന്നു. ഈ മിനി തന്നെയാണ് ഏറ്റവും വലിയ കാരണം. SUCI എന്ന പാർട്ടി ഇതിന്റെ തലപ്പത്ത് ഈ സമരം നടത്തുന്നത് തന്നെയാണ് പിണറായി വിജയന്റെ ഈഗോയ്ക്ക് കാരണം. മിനിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. അങ്ങനെ കുറേ വരട്ടുവാദങ്ങൾ ഈ പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് എളമളം കരീം എന്ന കരീമിക്ക തുടക്കത്തിൽ സംസാരിച്ചത്. അതായത് ഈ നിമിഷം വരെ സർക്കാർ ഇവരെ തേജോവധം ചെയ്യാവുന്നതിൻ്റെ പരമാവധി തേജോവധം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ തേജോവധം ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് ഈ സമരം ഇത്രയും ദിവസമായിട്ട് ഇത് വിജയിക്കാത്തത്. ഇത് വിജയിക്കേണ്ടത് ഇപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു അറ്റൻഷൻ കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. പ്രതിപക്ഷമായിരുന്നു സത്യത്തിന് ഈ സമരം ആളി കത്തിക്കേണ്ടത്. അവര് പക്ഷെ ആരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അവരെ ആഭിമുഖ്യം കാണിച്ചിട്ടില്ല. അവരുടെ ഒരു വേദനയാണ് ആ സമരത്തിലൂടെ പറഞ്ഞു വെച്ചത്. അവരുടെ വേദനയാണ് നിലമ്പൂർ ആൾക്കാരെ കാണിക്കുന്നത്. നിലമ്പൂരിന്റെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂർ ഇലക്ഷൻ ഇല്ലെങ്കിൽ ഇവർ ഏതെങ്കിലുമൊക്കെ ജില്ലയിൽ ഇങ്ങനെ പര്യടനം നടക്കുമ്പോൾ നിങ്ങളോ ഞാനോ അറിയും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എറണാകുളത്ത് നടന്നറിയട്ടെ, നമ്മൾ മറൈൻ ഡ്രൈവിൽ ഇരുന്ന് നടക്കുന്നു, ഇല്ലെങ്കിൽ വൈറ്റിൽ ഇരുന്ന് നടക്കുന്നു. ഇവിടുത്തെ കുറച്ച് കോൺഗ്രസ്സുകാർ അനുഭവം പ്രകടിപ്പിക്കും. നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒന്നും ഒരിക്കലും സപ്പോർട്ട് പ്രതീക്ഷിക്കരുത്. ഈ ഒരു വിഷയത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരെ അപ്പോഴും കാണുന്നവനെ അപ്പാന്ന് വിളിക്കും. ഈ പോലീസുകാരെന്താണ് ഇന്നലെ വരെ ഇന്ന് CPM-ന് പ്രൊട്ടക്ട് ചെയ്ത് ശരിക്കും ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞാനിപ്പോൾ ഓർത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ മരണം അതിനെ ചൊല്ലിയിട്ട് കോൺഗ്രസ് സമരം നടത്തി. അതെ, ഈ കോൺഗ്രസിന് ഈ ഒരു ആശാവർക്കർമാരുടെ സമരം ഉയർത്തിക്കൊണ്ട് എത്ര ശക്തമായ രീതിയിൽ അവിടെ പ്രചരണം നടത്താൻ പറ്റുമായിരുന്നു. അത് ഞാനതാ പറഞ്ഞത്. ഒരു വിഷയം അവർക്കൊരു നേരെ വിഷയം കിട്ടിയിട്ടില്ല. കോൺഗ്രസ് പരാജയം എന്ന് പറയുക, അവർ ഈസി വാക്ക് ഓവറിന്റെ ആൾക്കാരാണ്. ഈസി വാക്ക് ഓവർ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായി നമ്മൾ കഴിഞ്ഞ ഭരണം കണ്ടതാണ്. കഴിഞ്ഞ ഭരണത്തിൽ രമേശ് ചെന്നിത്തല എത്ര ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് എന്തായി? അതിനെ അവർക്ക് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞു. ഒരു വേള രമേശ് ചെന്നിത്തല ജയിച്ചാൽ മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ സതീശൻ എന്താ കാണിക്കുന്നത്? സതീശൻ കാണിക്കുന്നത് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല, ഇവിടെ ആരും മുഖ്യമന്ത്രിയാവാം. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിച്ചിരിക്കുന്നതിന്റെ മെറിറ്റും കൊണ്ടാണ് അദ്ദേഹത്തിന് കൈപൊക്കാൻ ഒരാള് അതിനാണ് സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം വരെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ MLA-മാരുടെ ഇടയിൽ നിന്ന് ഒരു കൈ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷം ഈ സമരം ഏറ്റെടുത്ത് പരാജയം. അപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല. നിങ്ങൾ ഈ നാട്ടുകാരായിട്ടുള്ള സ്ത്രീജനങ്ങളെ നിങ്ങൾ അറിയണം. ഞാനൊരു ചെറിയ കാര്യം കൂടെ പ്രതിയോട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ മഴ പെയ്തു, ഈ നിപ്പയൊക്കെ വീണ്ടും പൊങ്ങിയിരുന്നെങ്കിൽ ഈ ആശാ വർക്കർമാരെ ഉപയോഗം വീണ്ടും ഉണ്ടാവത്തില്ലായിരുന്നു. നിപ്പയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങളോ ഒരിക്കൽ കൂടെ തലമുക്കിയാൽ ഇവരെന്ത് ചെയ്യും? ഈ സർക്കാർ എന്ത് ചെയ്യും? ഈ ഉള്ളവരെ വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടോ? ചിലപ്പോൾ പറ്റുമായിരിക്കും. ഏതെങ്കിലും സഖാവിന്റെ ഭാര്യയൊക്കെ കൊണ്ടുവന്നൊരു ജോലി കൊടുപ്പിക്കുമായിരിക്കും. ഇവരങ്ങനെയാണ് ഇപ്പൊ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ നിസ്സാരപ്പെടുത്തി പറയുന്നത്. അവരൊന്നും ഇവിടെ ജോലിക്കില്ല, അവരൊന്നും ഇപ്പൊ ജോലിക്കില്ലാത്തവരാണ്, അവരെയൊക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ട്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, സർക്കാരിന്റെ ധാർഷ്ട്യം, പ്രതിപക്ഷത്തിന്റെ പരാജയം. അല്ലയോ നാട്ടുകാരെ, സ്ത്രീജനങ്ങളെ, നിങ്ങളെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് കാണണം എന്നാണ് ആശാ വർക്കർമാർ ഇപ്പോൾ ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥലത്തേക്ക് വരുന്നതിലൂടെ നൽകുന്ന മെസ്സേജ്. അത്രമാത്രമേ.